വെൽക്കം ടു സിമീസാര കിച്ചൻ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് തനി നാടൻ രീതിയിലുള്ള ഇഞ്ചിക്കറിയാണ്. തെക്കോട്ടേക്കൊക്കെ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറി കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് കേട്ടോ, അതൊരു 1/4 കപ്പ് ഉണ്ട്. 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇത് എണ്ണയിൽ നന്നായിട്ട് മൂക്കെ വറുത്തെടുക്കണം. നല്ല ബ്രൗൺ നിറമാകുന്നവരെ ഇതുപോലെ തന്നെ മൂപ്പിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. കൈ കൊണ്ട് പൊടിയായിട്ട് അരിയാവുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇഞ്ചി നല്ല പൊടിയായിട്ടാണ് അത് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഇഞ്ചിക്കറി എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ പപ്പയുടെയൊക്കെ നാട്ടിൽ ഇതുപോലെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. എൻ്റെ പപ്പയുടെ പേര് ചെങ്ങന്നൂരാണ്. അവിടെയൊക്കെ സദ്യക്ക് ഇതുപോലത്തെ ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഇത് മൂപ്പിക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ മൂപ്പിക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. ഇഞ്ചി ഇപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ, ഒരു ബ്രൗൺ നിറമായി ഇതുപോലെ. അതുപോലെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒഴിച്ചിരുന്ന എണ്ണയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തെളിഞ്ഞ് വരാൻ തുടങ്ങി കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതങ്ങ് മാറ്റി വെക്കാം. ഇത് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ, 4 വറ്റൽമുളക് അതിങ്ങനെ 2ആയിട്ട് പൊട്ടിച്ചതാണ്, 1 ടേബിൾ സ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ഒഴിച്ചിട്ട് ഇത് നല്ല മൂക്കെ ഒന്ന് വറുക്കണം. ചെറിയ തീയിൽ വേണം ഇതൊന്ന് മൂപ്പിക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ തേങ്ങ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഈ തേങ്ങ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. ചില ഇത് ചീനച്ചട്ടിയല്ലേ, നല്ല ചൂടാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം ചൂടാറുന്നവരെ. ചൂടൊന്നും അറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ തേങ്ങ ഈ ഒരു പരുവമായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് അരയ്ക്കാം. അതുപോലെ ഇതിൽ അധികം വെള്ളമൊന്നും ചേർക്കേണ്ട, വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതാണ് നല്ലത്. ഇത് കല്ലേൽ അരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കല്ലേൽ അരയ്ക്കുമ്പോൾ വെള്ളം തൊടാതെ വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ ഈ തേങ്ങയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ അരയ്ക്കുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും കേട്ടോ. അതാണ് കേട്ടോ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ കല്ലേൽ അരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കല്ലേൽ അരയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരയ്ക്കാം. അപ്പം അധികം വെള്ളം ചേർക്കണ്ട, കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിന് അരയ്ക്കാം കേട്ടോ. നമുക്ക് അരയ്ക്കാം, നമ്മുടെ ജാറിൽ എങ്ങനെ അരയ്ക്കാൻ പറ്റുമോ ആ ഒരു രീതിയിൽ അങ്ങ് അരച്ചങ്ങ് എടുക്കാം. അപ്പോൾ നല്ല വെണ്ണ പോലെ വേണം ഇത് അരയ്ക്കാനായിട്ട്. അപ്പോൾ അത് നല്ല മഷി പോലെ ഇതിന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ ഇഞ്ചി വറുത്ത് വെച്ചേക്കുന്നതിൻ്റെ അകത്തേക്ക് ചേർക്കാം. അപ്പോൾ അധികം വെള്ളമൊന്നും ചേർക്കാതെ കേട്ടോ ഞാൻ അരച്ചേക്കുന്നത്. നമ്മൾ കല്ലേൽ അരയ്ക്കുകയാണെങ്കിൽ ഇത്രയും പോലും വെള്ളമൊന്നും കാണത്തില്ല. അതുപോലെ നല്ല എണ്ണയും ഉണ്ടാവും കേട്ടോ. ഈ തേങ്ങയ്ക്കകത്തുള്ള എണ്ണയുണ്ടല്ലോ, അതിങ്ങനെ അരയ്ക്കുമ്പോൾ നല്ല തെളിഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കാം. സ്റ്റൗ ഓണാക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നത്. ഫ്ലെയിം നല്ല ഹൈ ആയിട്ട് തന്നെ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പം ഇത് ശരിക്കും ഒരു തൊടുകറിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചേക്കുന്നത് വെച്ചാൽ ഇനി ഈ ഇഞ്ചി ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരണം, അതിന് വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ച് കഴിഞ്ഞതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക നന്നായിട്ട്. അതിന് അതാ ചെറിയ ഇതിൽ കിടന്നിട്ടാണ് ഇത് വറ്റി വരേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇഞ്ചിക്കറി നന്നായിട്ട് കുറുകി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് ശർക്കര ചേർക്കാനായിട്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇതെല്ലാം വെന്ത് വരും. നമുക്ക് ഈ വെള്ളം ഒന്ന് കുറുകി കിട്ടിയാൽ മതി. അതുപോലെ ആ ഇഞ്ചിയുടെ ഫ്ലേവറും ഒന്ന് നന്നായിട്ട് ഇതിലേക്കൊന്ന് ഇറങ്ങണം. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ചെറിയ തീയിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചട്ടിയിലല്ലേ ഉണ്ടാക്കിയേക്കണം. ഇനി ചട്ടിയുടെ ചൂടുകൊണ്ട് ഇത് ഒന്നും കൂടെ ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റും. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറുത്തിടാം. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്,
ഒരു ചെറിയ ഉള്ളി കുഞ്ഞിതായിട്ട് അരിഞ്ഞത്, ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇത് മൂത്തിട്ടുണ്ട്, ഉള്ളി ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് ഇഞ്ചിക്കറിയിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് യോജിപ്പിക്കാം. ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക്